ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൊച്ചിക്കാരി. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എനിക്ക് ഒരുപാട് നാളായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളതും അതേപോലെ തന്നെ നിങ്ങൾ എന്നോട് ഒരുപാട് ചോദിച്ചിട്ടുള്ളതുമായ ഒരു കാര്യമാണ്. പക്ഷെ അതിനു മുന്നേ നമ്മൾ ഇതുവരെ ഒന്നും ഫോർമലി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അല്ലേ? നിങ്ങൾ എന്നെ കൊച്ചിക്കാരിയെന്നും മമ്മു ചേച്ചി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ ആരാണെന്നോ ഞാൻ എവിടെ നിന്ന് വന്നെന്നോ ഒന്നും നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് നമുക്ക് കുറച്ച് ആ ഒരു കാര്യം കൂടി പറയാം. എൻ്റെ പേര് അമൃത എന്നാണ്. ഞാൻ നാട്ടിൽ എറണാകുളത്താണ് ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം അവിടെ തന്നെയാണ്. എനിക്കൊരു ചേച്ചിയും ഒരു അനിയനും ഉണ്ട്. രണ്ടുപേരും ഇപ്പം നാട്ടിൽ സെറ്റിൽഡാണ്. ഞാനും സനിയും നമ്മൾ രണ്ടുപേരും ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചവരാണ്. കോളേജ് കഴിഞ്ഞ ശേഷം നമുക്ക് രണ്ടുപേർക്കും ഇൻഫോസിസിൽ ജോലിയായി. അങ്ങനെ ഇൻഫോസിസിൽ ജോലി കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ശേഷം സനിക്കൊരു ഓൺ സൈറ്റ് ഓപ്പർച്യൂണിറ്റി വന്നു ഇവിടെ ആംസ്റ്റർഡാമിൽ. അങ്ങനെ സനി ഇങ്ങോട്ട് വന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ഇൻഫോസിസിലെ ജോലി റിസൈൻ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് സനിയുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇവിടെ വന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ നെതർലാൻഡ്സിൽ എത്തിയത്. ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഏകദേശം 13 വർഷത്തിൽ കൂടുതലായി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 3 കുട്ടികളായി, 3 ബോയ്സ്. മൂത്ത ആൾ നെയ്ത്തിനിപ്പോൾ 7 വയസ്സായി. രണ്ടാമത്തെ ആൾ ഡാനി, ധ്യാൻ എന്നാണ് ശരിക്കും പേര്. ഡാനിക്ക് ഇപ്പോൾ 5 വയസ്സ്. മൂന്നാമത്തെ ആൾ ആര്യാനിപ്പോൾ 3 വയസ്സ്. ഞാനിവിടെ ഒരു കമ്പനിയിൽ ഒരു സീനിയർ സോഫ്റ്റ്വെയർ ടെസ്റ്റ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. സനി ഒരു ബിസിനസ് അനലിസ്റ്റാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ മെയിൻ ഐറ്റമായ വ്ളോഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ ഫിറ്റ്നസ് ജേർണിനെ കുറിച്ചാണ്. ഇതിനു മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾക്കറിയാം ഞാനൊരു ഫിറ്റ്നസ് കോച്ചോ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റൊന്നും അല്ല. അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് മാത്രമാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ ഒക്കെ ഒന്ന് ജസ്റ്റ് അതൊന്ന് മനസ്സിൽ വെക്കണം കേട്ടോ. കുറച്ച് നാൾക്ക് മുന്നേ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫിറ്റ്നസ് ജേർണിനെ കുറിച്ച് അറിയാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നു. നിങ്ങൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ട്. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ ഷെയർ ചെയ്യാം. മോസ്റ്റ്ലി ഞാൻ ഇപ്പോൾ പറയുമ്പോൾ തന്നെ എല്ലാം കവർ ആവുമെന്നാണ് വിചാരിക്കുന്നത്. എന്നോട് ചോദിച്ചത് ഹൗ ടു കീപ്പ് കൺസിസ്റ്റൻസി. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, കൺസിസ്റ്റൻസി ഈസ് ദ കീ. അത് ഏത് കാര്യത്തിലായാലും അങ്ങനെയാണ്. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ പണ്ട് തൊട്ടേ ജിമ്മ് അല്ലെങ്കിൽ സുംബ, സ്വിമ്മിങ് ഇതിനൊക്കെ പോകുമായിരുന്നു. ഇവിടെ വെച്ചിട്ടല്ല, നാട്ടിൽ വെച്ച് പോകുമായിരുന്നു. പക്ഷേ അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പോകും, കുറച്ച് നാൾ പോകും, പിന്നെ പോവില്ല. അങ്ങനെയൊക്കെ ഒരു ട്രെൻഡ്, ആ ഒരു സമയത്ത് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് പോലെ കുറച്ച് നാൾ പോയി, പിന്നെ നിർത്തി. ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴും ഇതേപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് ഓടാൻ പോവും, ജിമ്മിൽ പോവും. ഇതേപോലെ കൺസിസ്റ്റൻസി ഇല്ല. അങ്ങനെ 2019 എനിക്ക് ഡാനി ജനിക്കുന്നത്. അപ്പോൾ 2019 ഡിസംബറിൽ നമ്മൾ നാട്ടിലൊരു ഫങ്ഷൻ ഓർഗനൈസ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി എന്ന് ജസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ ഒന്ന് ഫിറ്റായിട്ടൊക്കെ ഇരിക്കണം ഈ ഫംഗ്ഷന് വേണ്ടിയിട്ടെന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്തു, പോയി തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ഡയറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, കീറ്റോ എന്നും പറയാൻ പറ്റില്ല, കീറ്റോയിഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാര്യം അന്ന് ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഡയറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നാൾ പോയി. അതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ കണ്ടു കേട്ടോ, കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയി. പക്ഷേ അത് കഴിഞ്ഞ് നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് നമ്മുടെ ഭീകരൻ കൊറോണ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെ കംപ്ലീറ്റ്ലി എല്ലാം ലോക്ക്ഡൗൺ ആയല്ലോ. അങ്ങനെ ലോക്ക്ഡൗൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എൻ്റെ പരിപാടികളൊക്കെ നിന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ പിന്നെ മൂന്നാമത് ആര്യനെ ക്യാരിങ് ആവുന്നത്. ഈ പ്രഗ്നൻസി കഴിഞ്ഞ ശേഷം എനിക്ക് ഒരു 2-3 മാസം ആയപ്പോഴത്തേക്കും എനിക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു വളരെ വലിയൊരു ബ്ലാസ്റ്റായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകുന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെയാണ് 2021 ആര്യ ജനിച്ചൊരു 3 മാസം ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫിറ്റ്നസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഒരു ഇൻസ്റ്റാഗ്രാം വഴി ഒരു കോച്ചിനെ കണ്ടു, അരുൺ എന്ന് പറഞ്ഞിട്ട്. അരുൺ വഴി ഞാനൊരു ഹോം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ അത് ഞാൻ എല്ലാ ദിവസവും
ഇപ്പോൾ അരുൺ ഒരു കംപ്ലീറ്റ് വർക്കൗട്ട് പ്ലാൻ അയച്ചു തരും. ഡയറ്റൊന്നും ഞാൻ ചെയ്തില്ല, കാര്യം ഇതേപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഡയറ്റും കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഡയറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ എല്ലാ ദിവസവും ആഴ്ചയിൽ 6 ദിവസം ഞാൻ വർക്കൗട്ട് ചെയ്യും. ഞാൻ മേളിൽ ഒരു റൂമിൽ പോയിട്ട് ഹോം വർക്കൗട്ടാണ്, ജസ്റ്റ് ഡംബൽസും നമ്മുടെ ബോഡി വെയ്റ്റും മാത്രമുള്ള വർക്കൗട്ട്സാണ്, അത് ഞാൻ ചെയ്യായിരുന്നു. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയി ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു മാറ്റം വന്നു, മെൻ്റലി ആൻഡ് ഫിസിക്കലി. ഫിസിക്കലിനേക്കാളും കൂടുതൽ എന്നെ എഫക്റ്റ് ചെയ്തത് എൻ്റെ മെൻ്റൽ പീസായിരുന്നു. കാര്യം ഈ ഡിപ്രഷനിലേക്ക് കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ വല്ലാണ്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്കൊരു 1 hour ഞാൻ ചെയ്യുമ്പോൾ ആ 1 hour ചെയ്തപ്പോൾ തന്നെ വളരെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഞാൻ കണ്ടു തുടങ്ങി. അങ്ങനെ ഫിറ്റ്നസ് ഞാനൊരു 2021 തൊട്ടാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയി തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു 3 months കോഴ്സായിരുന്നു ഞാൻ അരുണിൻ്റെ കയ്യിൽ നിന്ന് ചെയ്തത്. പക്ഷെ അതിന് ശേഷം ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ക്രോസ് ഫിറ്റിൽ പോയി ജോയിൻ ചെയ്തു. ക്രോസ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്രോസ് ഫിറ്റ് കമ്മ്യൂണിറ്റി, നമ്മൾ ജിമ്മൊക്കെ പോലെ തന്നെ അവിടെ പോയി ജോയിൻ ചെയ്തു. അപ്പോൾ ക്രോസ് ഫിറ്റിൽ പോയ ശേഷം കംപ്ലീറ്റ്ലി എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് തന്നെ മാറി. ഞാനിപ്പോൾ പോയി തുടങ്ങിയിട്ട് ഏകദേശം 3.5-4 വർഷമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടും പോകുന്നുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയി ആ ഒരു പോയതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സും വ്യത്യാസങ്ങളൊക്കെ എനിക്ക് എന്നെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ബോഡിയിലും എൻ്റെ മൈൻഡിലൊക്കെ എനിക്ക് വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ എവറി ഡേ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. ഹൗ ടു കീപ്പ് കൺസിസ്റ്റൻസി, അതാണ് എല്ലാവർക്കും പറ്റാത്തൊരു കാര്യം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്നറിയോ, നമ്മൾ ജിമ്മിൽ പോകുക അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ വിചാരിക്കണത് ഓഫ് കോഴ്സ് നമുക്ക് വണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായിട്ടായിരിക്കും നമ്മൾ എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്യണത്. കുറച്ച് നാൾ പോകും. അപ്പോൾ കുറച്ച് നാൾ പോയി കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട്സ് കാണില്ല. റിസൾട്ട്സ് ഇല്ലാത്താവുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് അപ്പം തന്നെ ഡൗൺ ആവും. പിന്നെ നമ്മൾ പോവില്ല. പിന്നെ ഈ സ്ട്രിക്റ്റ് ഡയറ്റ് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ആകെ കംപ്ലീറ്റ്ലി ഔട്ടാവും. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കാണ്ട് ഈ ജിമ്മ് അല്ലെങ്കിൽ വർക്കൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പോർട്ട് ആക്ടിവിറ്റി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളൊരു പാർട്ട് ഓഫ് ലൈഫ് ആക്കിയിട്ട് ചിന്തിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കുന്നവരില്ലേ, അല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഫുഡ് കഴിക്കണമല്ലോ. അതായത് ഒരു പാർട്ട് ഓഫ് ലൈഫ് എന്നാക്കി കഴിഞ്ഞാൽ നമുക്കതൊരു എക്സ്ട്രാ ബേർഡനായിട്ട് തോന്നില്ല. നമ്മൾ ഈ ജിമ്മിൽ പോകുന്നതൊന്നും ഒരു എക്സ്ട്രാ ബേർഡനായിട്ട് തോന്നില്ല. നമ്മുടെ ഒരു ഫ്ലോ പോലെ, നമ്മുടെ ഒരു ദിനചര്യ പോലെ തന്നെ ഇതങ്ങോട്ട് പോകും. അതാണൊരു ഫസ്റ്റ് തിങ് എൻ്റെ മൈൻഡിനെ ഞാൻ മാറ്റിയത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ജിമ്മിൽ പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എണീക്കാറില്ല. നമ്മൾ ആരെങ്കിലും ഇന്നിപ്പോൾ ഫുഡ് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എണീക്കാറുണ്ടോ? ആരും ചെയ്യാറില്ലല്ലോ, അല്ലേ? അതേപോലെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൺസിസ്റ്റൻസി എന്നുള്ള കാര്യം കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ബോഡി വർക്ക് ചെയ്യണ പോലെയല്ല വേറൊരാളുടെ ബോഡി വർക്ക് ചെയ്യണത്. അപ്പോൾ റിസൾട്ട് കാണുന്നതും അങ്ങനെയായിരിക്കും. ചിലവരുടെ ബോഡിയിൽ അത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും, ചിലവർക്ക് വളരെ പയ്യായിരിക്കും ചെയ്യണത്. അപ്പോൾ അത് കണ്ട് നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോഴും നമുക്ക് ഈ വിഷമങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇസ് ദർ എനി സ്പെസിഫിക് ടൈം യു ഡു എക്സസൈസ് ഓർ വെൻ എവർ ദർ ഇസ് ടൈം? സ്പെസിഫിക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴാണോ കൺവീനിയൻ്റ് ആയിട്ട്, അതായത് എൻ്റെ ഫാമിലി സിറ്റുവേഷൻസ് അനുസരിച്ച് എനിക്ക് എപ്പോഴാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ ഒരു സമയത്താണ് ഞാൻ പോകുന്നത്. രാവിലെ എനിക്ക് പറ്റാറില്ല, കാര്യം കുട്ടികളെ സ്കൂളുണ്ട്, എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും രാവിലെ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഈവനിങ്ങിലാണ്. അതും ഞാൻ ഇവരുടെ ബെഡ് ടൈം, ഇവരൊരു 7:30 ആകുമ്പോഴത്തേക്കും 3 പേരുടെയും ബെഡ് ടൈമാണ്. അവർ കടന്നു കഴിയുമ്പോഴത്തേക്കാണ് 7:30 ടൈമിലാണ് ഞാൻ എപ്പോഴും വീക്ക് ഡേയ്സിൽ എൻ്റെ വർക്കൗട്ട് ചെയ്യാറുള്ളത്. വീക്കെൻഡ്സിൽ ഞാൻ ഫ്രൈഡേ വർക്ക് ചെയ്യാറില്ല. അപ്പോൾ ഫ്രൈഡേ ഇവർ സ്കൂളിൽ പോയാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ രാവിലെ ഇവർ പോയ ശേഷം പോകും, അല്ലെങ്കിൽ ഈവനിങ് പോകും. സാറ്റർഡേ സൺഡേ ഓഫ് കോഴ്സ് വീക്കെൻഡ്സ് ആയതുകൊണ്ട് ഞാൻ ഏതെങ്കിലും എനിക്ക് പറ്റുന്ന ടൈം ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ടൈമിലാണ് പോകാറുള്ളത്. പക്ഷേ ഇതൊക്കെ ഞാൻ ചെയ്യണത് ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു പാർട്ട്ണർ എനിക്കുള്ളതുകൊണ്ടാണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇപ്പോൾ ഞാൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ പാർട്ട്ണർക്കും താല്പര്യം ഉണ്ടാവുമല്ലോ അതേപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ
ഞാൻ പോവാത്ത സനി കൂടുതൽ റൺ ചെയ്യണ ആളാണ്. അപ്പോൾ ഞാൻ പോവാത്ത ദിവസങ്ങളിൽ എൻ്റെ റെസ്റ്റ് ഡേയ്സിൽ സനി ഓടാൻ വേണ്ടി പോകും. ഞാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇൻഡോർ വർക്കൗട്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് പോകും. അപ്പോൾ നമ്മൾ രണ്ടുപേരും നമ്മുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു എഗ്രിമെൻറ്റിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യണത്. ആഴ്ചയിൽ 5 ഡേയ്സാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ബാക്കി 2 ദിവസം ആക്റ്റീവ് റെസ്റ്റ് ഡേ എന്ന് പറയാം. ഞാൻ ചിലപ്പോൾ നടക്കാൻ പോകും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ 5 ഡേയ്സിൽ എൻ്റെ മെയിൻ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഹൈ ഇൻറ്റൻസിറ്റി കാർഡിയോ ട്രെയിനിങ്ങും പിന്നെ സ്ട്രെങ്ത് ട്രെയിനിങ്ങുമാണ്. ഡു യു ടേക്ക് പ്രോട്ടീൻ ഓർ ക്രിയാറ്റിൻ ഓർ സപ്ലിമെൻറ്റ്സ് എനി ഡയറ്റ്? ഓഫ് കോഴ്സ് ഞാൻ വേ പ്രോട്ടീൻ എടുക്കുന്നുണ്ട്, ക്രിയാറ്റിൻ എടുക്കുന്നില്ല. പിന്നെ സപ്ലിമെൻറ്റ്സ് ഉണ്ട്. ഞാൻ മൾട്ടി വൈറ്റമിൻ, ഒമേഗ, മഗ്നീഷ്യം ഇതെല്ലാം എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ഫിറ്റ്നസ് കോച്ചായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. എൻ്റെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര കാർബ്സ്, ഇത്ര പ്രോട്ടീൻ അല്ലെങ്കിൽ ഇത്ര ഫാറ്റ് ഞാൻ നോക്കി കഴിക്കാൻ വേണ്ടി നോക്കും. കലോറി ഡെഫിസിറ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടി നോക്കും. അതാണ് ഞാൻ ചെയ്യണത്. ഞാനങ്ങനെ ഈവൻ ഞാൻ ചോക്ലേറ്റ് കഴിക്കും, ഐസ്ക്രീം കഴിക്കും, ഇതെല്ലാം കഴിക്കും. കാര്യം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോഴാണ് നമുക്ക് ഈ ക്രേവിങ് വരുന്നതും കുറേ വലിച്ചു വാരി തിന്നാൻ തോന്നുകയൊക്കെ ചെയ്യണത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊന്നും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ മൈൻഡ്ഫുള്ളായിട്ട്, അതായത് ക്വാണ്ടിറ്റിയിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കും. എൻ്റെ ഒരു യൂഷ്വൽ റുട്ടീൻ, അതായത് കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രാവിലെ ഞാൻ കഴിക്കുന്നത് ഒരു ഓവർനൈറ്റ് ഓട്സ് ആണ്. അത് കൂടാണ്ട് ഞാനൊരു 2 എഗ്ഗ് കഴിക്കും. അതിൻ്റെ ഇടയ്ക്കൊരു മിഡ് മോർണിംഗ് സ്നാക്ക് എന്ന് പറഞ്ഞ് ഞാനൊരു ഫ്രൂട്ട് കഴിക്കും. പിന്നെ ലഞ്ച് മോസ്റ്റ്ലി 2 ബ്രൗൺ ബ്രെഡാണ്. പിന്നെ അതിനകത്ത് എന്തെങ്കിലും ചിക്കനോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഒരു മിഡ് ആഫ്റ്റർനൂൺ ആകുമ്പോഴത്തേക്കും ഞാൻ ഒരു ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സ് എന്തെങ്കിലും കഴിക്കും. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊരു വെജീസ്, അതായത് ടൊമാറ്റോസ്, ക്യൂക്കമ്പേഴ്സ്, അങ്ങനെ എന്തെങ്കിലും കഴിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിന്നറിൽ മോസ്റ്റ്ലി എന്തെങ്കിലും പ്രോട്ടീൻ, ഫൈബർ, കാർബ്സ് എന്തെങ്കിലും ഇൻക്ലൂഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ ഗ്രിൽഡ് എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ആണെങ്കിൽ ചപ്പാത്തി, ദാൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ ഡിന്നർ ഇന്നതെന്നില്ല, എന്താണ് ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ കഴിക്കുന്നത്. അതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ ഒന്ന് നോക്കും. അത് കഴിഞ്ഞാലാണ് ഞാൻ എൻ്റെ വർക്കൗട്ടിന് പോയി തിരിച്ച് വന്ന ശേഷം ഞാൻ എൻ്റെ പ്രോട്ടീൻ ഷേക്ക് കഴിക്കും. ഇതാണ് എൻ്റെ ഒരു നോർമൽ റുട്ടീൻ. അടുത്ത ക്വസ്റ്റ്യനാണ്, ഹൗ ഇമ്പോർട്ടൻ്റ് ഈസ് ഈറ്റിംഗ് ഹെൽത്തി ഇൻ കോമ്പിനേഷൻ വിത്ത് ഫിറ്റ്നസ്? വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ കുറേ ഫിറ്റ്നസ് ചെയ്തു, പിന്നെ പോയിട്ട് കുറേ വലിച്ചു വാരി തിന്നുക, ഇതിൽ കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ 95% ഫുഡും 5% ഫിറ്റ്നസ്. നമ്മുടെ അകത്തേട്ട് എന്ത് പോകണോ അതിൻ്റെ റിസൾട്ട് മാത്രമേ പുറത്തേട്ട് വരത്തുള്ളൂ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആർ യു ഓവർ വെയ്റ്റ് ഏർലിയർ ആൻഡ് ലോസ്റ്റ് ലേറ്റർ? ഞാൻ നേരത്തെ ഓവർ വെയ്റ്റ് ആയിരുന്നില്ല, പക്ഷേ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ നല്ല വെയിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആരിയുടെ സമയത്താണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ വെയിറ്റ് വെച്ചത്. ഞാൻ 75 കിലോ വരെ ഉണ്ടായിരുന്നു എൻ്റെ ലാസ്റ്റ് വെയിറ്റ് ഞാൻ നോക്കുമ്പോൾ. ഭയങ്കര ഹ്യൂജായിരുന്നു. പക്ഷേ എൻ്റെ വെയിറ്റ് എപ്പോഴും ഒരു 57-58 ആ ഒരു റേഞ്ചിലാണ് പണ്ടുള്ളത്. ഇപ്പോഴും ഞാൻ ആ സെയിം റേഞ്ചിൽ തന്നെയാണ് കേട്ടോ. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ചിലവരുടെ ബോഡി വർക്ക് ചെയ്യണത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു വിത്തിൻ 6 months തന്നെ ഞാൻ ഒരു 60യുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബാക്ക് ടു 57 ആയി. പക്ഷേ ആ ബാക്ക് ടു 57, അതായത് പ്രോബബ്ലി 6 to 8 months ഞാൻ ബാക്ക് ടു എൻ്റെ വെയ്റ്റിലേക്ക് വന്നു. പക്ഷേ ആ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഹെൽത്തി വെയിറ്റ് അല്ല. നമ്മളെപ്പോഴും ഒരാളോട് ചോദിക്കണത് എത്ര വെയിറ്റ് ഉണ്ട് എന്നാ ചോദിക്കുക, അല്ലേ? പക്ഷേ ഈ വെയിറ്റ് എന്നുള്ളത് 2 ടൈപ്പ് വരാം. ഒന്ന് നമ്മുടെ മസിൽ മാസ് വെയിറ്റ്, രണ്ടാമത്തത് ഫാറ്റിൻ്റെ വെയിറ്റ്. ഈ ഫാറ്റിൻ്റെ വെയിറ്റാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്. മസിൽ വെയിറ്റ് നമുക്ക് ഗുഡാണ്. അപ്പോൾ ചിലപ്പോൾ നല്ല ഫിറ്റായിട്ടിരിക്കുന്ന ആൾ നമ്മൾ അയാളുടെ ഹൈറ്റും വെയിറ്റും മറ്റേ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അയാൾ ചിലപ്പോൾ ഒബീസ് ആയിരിക്കും, കാര്യം അയാളുടെ വെയിറ്റ് കൂടുതലാണ്. ബട്ട് ആ വെയിറ്റ് എന്ന് പറഞ്ഞാൽ മസിൽ മാസാണ്. അപ്പോൾ അത് ആക്ച്വലി ഗുഡാണ്. അപ്പോൾ എല്ലാവർക്കും നോർമലി ചോദിക്കുന്നൊരു കാര്യമാണ് എത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ വെയിറ്റ് ഞാൻ മനസ്സിലാക്കിയത് വെയിറ്റ് എത്ര വേണമെങ്കിലും വരാം. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫാറ്റ്
ബോഡിയിലെ ഫാറ്റ് പെർസെൻറ്റേജ് എത്ര കുറഞ്ഞു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഹൗ ഡു യു മോട്ടിവേറ്റ് യുവർ സെൽഫ് ആൻഡ് ഫൈൻഡ് ടൈം ഫോർ ഫിറ്റ്നസ് ഡെയിലി? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇപ്പോൾ ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം, അതായത് ഞാൻ ഈ 5 ഡേയ്സ് പോകുന്നുണ്ടെങ്കിൽ ആ 5 ഡേയ്സ് എനിക്ക് അവിടെ പോകണം. പോയില്ലെങ്കിൽ എനിക്കൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. അത് ആ ഒരു മൈൻഡ് സെറ്റ് വന്നത് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയി നമുക്ക് നമ്മുടെ ബോഡിയിലെ ചേഞ്ചും നമുക്കിവിടെ സ്ട്രെങ്ത്തും വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ദിസ് ഈസ് ഗുഡ്. അപ്പോൾ ആ ഒരു ഫാക്ടറാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. പണ്ട് എനിക്ക് നല്ല മുട്ടുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്ത് കുനിഞ്ഞ് ചെയ്യുമ്പോഴത്തേക്കും മുട്ടുവേദന വരും. പക്ഷേ എനിക്കിപ്പോൾ മുട്ടുവേദനയില്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ അവിടുത്തെ മസിൽസ് സ്ട്രോങ് ആയി. അപ്പോൾ നമ്മൾ ഏജ് ആവുന്നതോടും എക്സ്പെഷ്യലി വിമൻ ആഫ്റ്റർ 30s വെൻ യു ഹാവ് കിഡ്സ്, നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള കാൽസ്യമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കുള്ള എല്ലിനുള്ള ശക്തിയും കാര്യങ്ങളൊക്കെ പോവുക, മസിൽസ് വീക്കായിക്കൊണ്ടിരിക്കും. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഗുഡായിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ മസിൽസ് നമ്മുടെ ബോഡി സ്ട്രെങ്ത് ആയിട്ടിരിക്കണം. നമ്മൾ ഗുഡായിട്ടിരുന്നാലാണല്ലോ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. എവറി ഡേ ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അതായത് ഫിസിക്കലി ഓർ മെൻ്റലി എന്ത് ഞാൻ ചെയ്തു, അത് ഞാൻ ചിന്തിക്കാറുണ്ട്. ആ ഒരു സംഭവം അതെന്നെ ആക്ച്വലി ദ നെക്സ്റ്റ് ഡേ എനിക്കുള്ളൊരു മോട്ടിവേഷനാണ്. അപ്പം ഞാൻ ഫിസിക്കലി ചെയ്തു, ഞാൻ മെൻ്റലി എന്തെങ്കിലും ഹാപ്പി കിട്ടുന്ന കാര്യം ചെയ്തോ, മേ ബി ഒരു വീഡിയോ ചെയ്തോ, അല്ലെങ്കിൽ ഒന്ന് ഇവിടെ ജിമ്മിൽ പോയോ. ഐ വുഡ് ലൈക്ക് ടു നോ യുവർ ഫിറ്റ്നസ് ജേർണി. ഐ സ്റ്റിൽ കൺഫ്യൂസ്ഡ് വെയർ ടു സ്റ്റാർട്ട് ആഫ്റ്റർ ഡെലിവറി. ഡിപ്പെൻസ്, ഓരോരുത്തരുടെയും ബോഡി പോലെയാണ് കേട്ടോ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ എനിക്ക് ഞാൻ നെയ്ത്തൻ്റെ ഡെലിവറി എനിക്ക് C-സെക്ഷൻ ആയിരുന്നു. പക്ഷേ 6 months വിത്തിൻ ഫ്യൂ വീക്സ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങി. എനിക്കൊരു പക്ഷേ എൻ്റെ സിസ്റ്റർ ഇൻലോ അവൾക്ക് C-സെക്ഷൻ ആയിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവൾക്ക് ഭയങ്കര ട്രബിളായിരുന്നു എന്ന്. പക്ഷേ വിത്തിൻ 1 week 1 or 2 weeks ഞാൻ വളരെ ഈസി ആയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ഞാൻ ട്രാവൽ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. 6 months ആയപ്പോഴത്തേക്കും ഞാനൊരു ഹാഫ് മാരത്തോൺ ഓടി നെയ്ത്തൻ്റെ ഡെലിവറിക്ക് ശേഷം. പക്ഷേ ഡിപ്പെൻസ്, അത് ഞാൻ പറയണത് ലിസൺ ടു യുവർ ബോഡി. എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ ഡെലിവറി കഴിഞ്ഞിട്ട്. നമുക്കറിയാം നമ്മുടെ ബോഡീനെ നമുക്കാണ് ഏറ്റവും കൂടുതൽ അറിയണത് വേറെ ആരേക്കാളും. അപ്പോൾ അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. എനിക്കിപ്പോൾ ഞാൻ ആരിയുടെ കേസിൽ ആരിക്ക് 3 months ഉള്ളപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആരിയുടെ എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു, ഡാനിയും നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷേ എനിക്ക് അന്നേരം എൻ്റെ ഫിസിക്കലി എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എനിക്കൊരു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ ബാക്ക് പെയിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഞാൻ എടുത്തു. എനിക്ക് ഓക്കെ ആയെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ എൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞാൻ അങ്ങനെ ഭയങ്കര ഹെവി വർക്കൗട്ടൊന്നും അല്ലായിരുന്നു ചെയ്തത്. വെരി ലൈറ്റ് വർക്കൗട്ട്സ്, ഹോം വർക്കൗട്ട്, ചെറിയ ഡംബൽസ് വെച്ചുള്ള വർക്കൗട്ട്, ഇതൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ, നമുക്ക് ഒരു വലിയ വെയിറ്റുള്ള ഒരു സാധനം എടുത്തിട്ട് നമുക്ക് വേദന എടുക്കുവാണെങ്കിൽ പിന്നെ നമ്മളത് എടുക്കാൻ പോകില്ലല്ലോ. സോ ലിസൺ ടു യുവർ ബോഡി. അപ്പോൾ അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം. പിന്നെ നല്ലൊരു അറിയാവുന്ന ഫിറ്റ്നസ്സിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് ജിമ്മിൽ പോയിട്ട് ചെയ്യാം. ഹൗ ഡു യു ബിൽഡ് യുവർ ഷോൾഡേഴ്സ്? വാട്ട് ഓൾ എക്സസൈസസ് യു ഡു മെയിൻലി ഇൻ ജിം? ഞാൻ എൻ്റെ വർക്കൗട്ട്സൊക്കെ പ്ലാൻ ചെയ്യണത് ഒരു മസിൽ വിക്കി എന്ന് പറഞ്ഞൊരു ആപ്പാണ്. പിന്നെ GPT-യിലും വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വർക്കൗട്ട്സ് പ്ലാൻ ചെയ്യണത്. അപ്പോൾ അതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ അതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ വർക്കൗട്ട്സ് സെലക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഞാൻ ഷോൾഡേഴ്സിന് വേണ്ടി ലാറ്റ് പുൾ ഡൗൺ, പിന്നെ ഡിപ്സ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ലാപ്ടോപ്പിൻ്റെ ചാർജ് തീർന്നു, പോയി ചാർജർ എടുത്തിട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങൾ പറയാം. വർക്കൗട്ട്സ് അല്ലാണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത വേറെ കുറച്ച് കാര്യങ്ങളാണ് ഒരു 3 ലിറ്റർ വെള്ളം എല്ലാ ദിവസവും കുടിക്കുക എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ പോലും വെള്ളം ഒരു ഹ്യൂജ് ഫാക്ടറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ലിറ്റർ വെള്ളം ഒരു ദിവസം എന്തായാലും കുടിക്കാൻ വേണ്ടി നോക്കും. പിന്നെ ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാറില്ല. എക്സ്പെഷ്യലി ഡിന്നർ ഞങ്ങൾ ഒരു ബിറ്റ്വീൻ 6 and 6:30 എന്തായാലും നമ്മുടെ ഡിന്നർ കഴിച്ചിരിക്കും.
അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ മാറി. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന എൻ്റെ ഫിറ്റ്നസ് റിലേറ്റഡ് കാര്യങ്ങൾ. വലിയ സംഭവമൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എനിക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഈ മോട്ടിവേഷൻ, കൺസിസ്റ്റൻസി, അതാണ് ഒരു കീ ഫാക്ടർ. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഐ എം സോ ഹാപ്പി. അപ്പോൾ നമുക്കിനിയൊരു അടുത്ത നല്ലൊരു വ്ളോഗായിട്ട് കാണാം. So till we meet again, Kochikkari signing off. Bye bye.